എന്തോ പരിപാടി? ആ നോക്കിന്ന് വല്ല ചോറും കറി ഉണ്ടാക്കണ്ടേ? ഹായ്, ഞായറാഴ്ചയല്ലേ, നമുക്കിന്ന് പുറത്തുനിന്ന് ഫുഡ് മേടിച്ചാൽ എന്ത് പറയുന്നു? ഞായറാഴ്ച അല്ലേടി, നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കാം. പുതിയൊരു മലയാളി ഹോട്ടൽ തുടങ്ങിയില്ലേ ഇവിടെ, ഗ്രാൻഡ് കേരള എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്തായാലും ചെക്ക് ചെയ്യാം. അപ്പോൾ അറിയാം എന്തൊക്കെ മെനു പോയി നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു പുതിയൊരു മലയാളി ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, ഗ്രാൻഡ് കേരള എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ അവിടുത്തെ ഫുഡ് പോയി കഴിച്ചിട്ടില്ല, അല്ലാതെ മേടിച്ചിട്ടില്ല. പിന്നെ സൺഡേ ആയതുകൊണ്ട് നമുക്ക് അവിടുത്തെ മെനു നോക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം മേടിക്കാം. ചിക്കൻ ബിരിയാണി ഐറ്റംസ് നല്ലത്. ചട്ടിച്ചോറ്, അത് കൊള്ളാം. കല്യാണ ചട്ടിച്ചോറ് ഒരുപാട് ഇതുണ്ടല്ലോ മെനു. അത് ഗീ റൈസ്, ചിക്കൻ കറി, നെയ്ച്ചോറ്, ചിക്കൻ ഫ്രൈ, ബീഫ് കറി, അച്ചാർ. നമുക്ക് ചോറ് മതി. ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ. പൊറോട്ട, പൊതിച്ചോറ്, ചട്ടിച്ചോറ്, ചിക്കൻ ചട്ടിച്ചോറ്, മുട്ട റൈസ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, അവിയൽ, തോരൻ, ഓംലെറ്റ്, പപ്പടം, അച്ചാറ്, കൊണ്ടാട്ടം, കൊഞ്ച് ചട്ടിച്ചോറ്, റൈസ് വിത്ത് പ്രോൺസ്, കൊഴുവ ഫ്രൈ, തോരൻ, അവിയൽ, പിക്കിൾ, പപ്പടം, ചമ്മന്തി, മോര്. കൊഴുവ ഫ്രൈ വേണ്ട, ബീഫ് ഫ്രൈ മതി. ഇപ്പം നമ്മളിപ്പോൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് ചട്ടിച്ചോറാണ്. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, അതിൻ്റെ ടേസ്റ്റ്. വന്നിട്ട് നമ്മൾ ഉള്ള പോലെ നമ്മൾ പറയത്തുള്ളൂ അല്ലേ. അടിപൊളി ഫുഡാണെന്ന് തോന്നുന്നു, റിവ്യൂ ഒക്കെ നോക്കിയിട്ട്. ആൾക്കപ്പയൊക്കെ ഉണ്ട്, ഒരുപാട് ഫുഡുണ്ട്. അപ്പം ഇപ്പം ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചാൽ സമയമില്ലല്ലേ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഫുഡാണെന്നാണ് റിവ്യൂ ഒക്കെ പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നോക്കട്ടെ. ഇങ്ങനെ നമ്മളെ ചട്ടിച്ചോറ് വന്നിട്ടുണ്ട്, പക്ഷെ ചട്ടിയെല്ലാം തോന്നുന്നു കേട്ടാ. ഇതാണ് നമ്മളെ ചട്ടിച്ചോറ്. ഹോട്ടലിന്റെ പേര് ഗ്രാൻഡ് കേരള. പപ്പടം, പുളിശ്ശേരിയാണ് തോന്നുന്നു, പായസം, സാമ്പാർ. ചട്ടി എനിക്ക് തോന്നി അവിടെ പോയി കഴിച്ചാലല്ലേ ചിലപ്പോൾ ചട്ടിക്കകത്ത് ചോറ് വരുത്തുള്ളൂ. ചിലപ്പോൾ അവിടെ ചെന്ന് കഴിച്ചാലേ ചട്ടിക്കകത്ത് ചോറ് കിട്ടത്തുള്ളൂ. നമ്മളിപ്പം ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നുണ്ട്, ചിലപ്പം ഇങ്ങനെയാണ് വന്നത്. അത്യാവശ്യം നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ചമ്മന്തിയുടെ ഒക്കെ മണം. ഇത് പയറ്, ചമ്മന്തി, മുട്ട വറുത്തത്, അവിയല്, ഇത് ബീഫ് ഫ്രൈ ആണെന്ന് തോന്നുന്നല്ലേ. ബീഫ് ഫ്രൈ, പിന്നെ എന്തുള്ള മീൻകറി, നാരങ്ങാച്ചാറ്, പിന്നെ ചിക്കൻ ഫ്രൈ. ഇത്രയും സാധനമുണ്ട്. നമുക്ക് ഇതെല്ലാം ഒരു പ്ലേറ്റ് ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ മേടിച്ച ചട്ടിച്ചോറ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ അവിടെ പോയി കഴിക്കുവാണെങ്കിൽ നമുക്ക് ചട്ടിക്കകത്ത് ഇത്രയും സാധനങ്ങൾ കിട്ടും. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തുകൊണ്ട് അല്ലാതെ വന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചോറ്, ബീഫ് ഫ്രൈ, കൊള്ളാം. അങ്ങനെ മേടിച്ച ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞ് കൊള്ളാം. നല്ല ഫുഡായിരുന്നു. നമ്മളുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ, അല്ല ഇത് ഹോട്ടലിന്റെ പ്രൊമോഷനൊന്നും അല്ല. പിന്നെ എല്ലാം നല്ലതായിരുന്നു. പായസം, പുളിശ്ശേരി, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ എല്ലാം എടുത്ത് പറയുവാണെങ്കിൽ എല്ലാം പറയേണ്ടി വരും. ഇപ്പം കൊള്ളായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ പോയിട്ടൊരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും. ഇപ്പോൾ ഒരു ചട്ടിച്ചോറ മേടിച്ചല്ലോ നേരത്തെ പറഞ്ഞ പോലെ, അവിടെ പോയി നന്നായിട്ടൊന്ന് കഴിക്കണം. പക്ഷേ ഒരു ചട്ടിച്ചോറാണെങ്കിലും അത്യാവശ്യം കുറച്ച് കഴിക്കുന്നവർക്കാണെങ്കിൽ 2 കഴിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിനി അവിടെ പോയി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യും. അപ്പം കൂടുതലും നമുക്ക് അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയും നാളെ നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.